ഇന്നൊരു നോർത്ത് ഇന്ത്യൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ലിസാസ് ഫ്ലേവേഴ്സ് കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ലിസാസ് ഫ്ലേവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഷഹി പനീറാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ പനീർ ക്യൂബ്സ് ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒരു ഓണിയൻ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ബട്ടറും ഓയിലും, അതായത് ഒരു 100 ഗ്രാം ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലും. പിന്നെ ഇതിന് വേണ്ടി ഉള്ള പൗഡേഴ്സും സ്പൈസസും എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ജീരകം വേണം, നല്ല ജീരകം 1 ടീസ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ, ഏലക്ക 5 എണ്ണം, ഗ്രാമ്പൂ 5 എണ്ണം, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ബേ ലീവ്സ് 2 എണ്ണം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തി പൗഡർ. ഇത്രയാണ് സ്പൈസസ്. പിന്നെ മല്ലിയില വേണം, ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില, 1 കപ്പ് പാല്, ഒരു 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് അരയ്ക്കാനായിട്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ്, ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഷാഹി പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പം കാണിച്ചു തരാം. ഷാഹി പനീർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആ ബട്ടറും ഓയിലും കൂടെ ഒന്ന് ചൂടാക്കാൻ വെച്ചു. നമ്മൾ ബട്ടർ തന്നെ ചേർക്കുകയാണെങ്കിൽ അങ്ങ് പുകഞ്ഞു പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് ഓയിൽ അതിനകത്തോട്ട് ഇടുന്നത്. ഇനി ഇതിനകത്തോട്ട് ബേ ലീവ്സ്, ഏലക്കായ, ഗ്രാമ്പൂ, അതായത് ഹോളായിട്ടുള്ള സ്പൈസസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ആദ്യം ഒന്ന് മൂപ്പിക്കാനായിട്ട് ഇടാം. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ലിസാസ് ഫ്ലേവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യണം. ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് പ്രസ് ചെയ്യണം. ഫ്രണ്ട്സിനോടും ഒന്ന് പറയണേ. ഇപ്പോൾ ഇതിനകത്തോട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ നല്ല ജീരകവും കായപ്പൊടി കൂടെ ഒന്നിട്ട് വഴറ്റി ഇതിനകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക്, ഇതെൻ്റെ ഗാർഡനിലുണ്ടായ പച്ചമുളകാണ്. ഇതങ്ങനെ ഒത്തിരി ബ്രൗൺ ആവണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇതിനകത്ത് കിടന്ന് ഇതെല്ലാം ഒന്ന് വഴന്ന് വരട്ടെ. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സവാളയും വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും സ്പൈസസും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ പൗഡേഴ്സൊക്കെ കൂടെ ആഡ് ചെയ്യാം. അതായത് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കസ്തൂരി മേത്തി പൗഡർ. ഇത്രയും ഇതും ഇതിനകത്തോട്ട് ഇട്ടൊന്ന് വഴറ്റി. നല്ല സ്മെല്ല് വരുന്നുണ്ട് കസ്തൂരി മേത്തിയുടെയും. പ്രത്യേകിച്ച് കസ്തൂരി മേത്തിയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഷാഹി പനീറിൽ അതാണ് ഹൈലൈറ്റ് ചെയ്യുന്ന, അതിൻ്റെ ടേസ്റ്റാണ്. കുറച്ചുകൂടെ നോർത്ത് ഇന്ത്യൻ ഫ്ലേവേഴ്സിൻ്റെ സ്മെല്ല് കിട്ടും കസ്തൂരി മേത്തി നമ്മൾ ആഡ് ചെയ്യുമ്പോഴേ. അപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് അതിൽ തന്നെ പാൽ ആഡ് ചെയ്തു. പിന്നെ അണ്ടിപ്പരിപ്പ് അരച്ചത്, പരിപ്പ് അരച്ചതും പാലും ഒക്കെ ആഡ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തു. നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് പനീർ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. പനീറിന് അധികം വേവില്ല, അപ്പോൾ അതുകൊണ്ട് അതിനധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് ആയിക്കോളും. ഇനി ഇതിനകത്ത് കിടന്ന് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ മസാല എല്ലാത്തിലും പിടിക്കും, പനീറിലും കഷ്ണത്തിലും എല്ലാം അതെല്ലാം പിടിച്ചോളും. ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. കടുപ്പൊന്ന് മാറ്റി നോക്കാം. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്.
ഇനി ചെറിയ തീയിൽ തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് എണ്ണയൊക്കെ കുറച്ച് തെളിഞ്ഞ് വരും മുകളിലോട്ട്. പിന്നെ ഫൈനലായിട്ട് മല്ലിയില അരിഞ്ഞും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടെടുക്കാം. കുറച്ച് ഗാർണിഷിന് മാറ്റി വെക്കാം. ബാക്കി മല്ലിയില നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. മല്ലിയില അതിനകത്ത് കിടന്നൊന്ന് വേവണം. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് ഞാനതൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നല്ല ചപ്പാത്തിക്കും റോട്ടിക്കും ഒക്കെ പറ്റിയ നല്ല ഷാഹി പനീർ, വെജിറ്റേറിയൻസിന് പറ്റിയ ഡിഷാണ്. നല്ല എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. നല്ല ഹെൽത്തി ഡിഷുമാണ്. അപ്പം റോട്ടിക്കും നാനിനൊക്കെയാണ് ഏറ്റവും നല്ലത്. അപ്പം ഇത് പറ്റുന്നവർ, പനീർ ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ.